ഇന്ന് നമുക്കൊരു മുട്ട അവിയൽ ഉണ്ടാക്കാം. അവിയൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എല്ലാവരും അവിയൽ പച്ചക്കറി വെച്ചിട്ടുണ്ടാകും, മുരിങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. അങ്ങനെ പലതരം അവിയലുകൾ നമ്മളിന്ന് ഉണ്ടാക്കാറുണ്ട്. ഇന്നുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ ഐറ്റം വെച്ചിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കണമെന്നുള്ളത്. നമുക്ക് വീട്ടിൽ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അത് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സവോളയും നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മുരിങ്ങക്കയും ചേർക്കാം. പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങയും ചേർക്കാം. ഇവിടെ നിന്ന് എനിക്ക് മുരിങ്ങക്കയാണ് കിട്ടിയത്. മുരിങ്ങക്ക ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒന്ന് കുറുകെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അവിയലിന് കാണാനും ഒരു ഭംഗിയാണ്. നമുക്കത് ഇങ്ങനെ എടുക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടി കഴുകി അതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വയ്ക്കുക. അത് തിളച്ചൊന്ന് കുറച്ച് വേവണം. ഈ പൊട്ടറ്റോയും ഉള്ളിയും മുരിങ്ങക്കയും എല്ലാം കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിനൊരു മസാല ഇടണം. അതിനാണ് കുറച്ച് കോക്കനട്ടും ചെറിയ ഉള്ളിയും കാന്താരിമുളകോ അല്ലെങ്കിൽ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു വരണ്ട. എന്നിട്ട് ഈ തോരത്തിനെയും കാട്ടി കുറച്ചുകൂടി ഒന്ന് ഇതാവണം. അത് നമ്മൾ ഈ വെന്ത വെജിറ്റബിളിലോട്ട് ഇടുക. അല്പം തേങ്ങാ പൗഡർ, അതായത് നമ്മൾ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു തിക്കായിട്ട് കിട്ടും. അതിൽ അല്പം മുളക് പൊടി, അതായത് കാശ്മീർ ചില്ലി പൗഡറാണ് നല്ലത്, ഒരു 1/4 സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. കുറവാണ്, ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കുറവായിരുന്നു, അല്പം കൂടി ചേർത്തു. കുക്ക് ചെയ്ത് വച്ചേക്കുന്ന മുട്ട ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അതിലിടുക. ചെറുതായിട്ട് ഇളക്കുക. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് ഇളക്കി മുട്ട പൊട്ടിപ്പോകരുത്. ശേഷം അല്പം കറിവേപ്പില അതിട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി ടേസ്റ്റാണ്. അവിയലിന് എപ്പോഴും കറിവേപ്പിലയും വെളിച്ചെണ്ണയ്ക്കാണല്ലോ അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അവിയൽ റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള അവിയലാണ്.